കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ വി.ഡി. സതീശന് മുസ്ലിം ലീഗിന്റെ പിന്തുണ. സർവേകളിൽ വി.ഡി. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർണായക പ്രതികരണം. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനമെടുക്കുകയെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർഹതപ്പെട്ടത് ലഭിക്കുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുൻകാലങ്ങളിൽ ലീഗിന് നല്ല പരിഗണന മന്ത്രിസഭയിലടക്കം ലഭിച്ചിട്ടുണ്ട്. ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആകത്തുക പരിശോധിക്കുമ്പോൾ ഒരു 75 അല്ലെങ്കിൽ ഒരു 70 മുതൽ 75 ഇടയിലാണ് പറയപ്പെടുന്നത്. മാക്സിമം 80 വരെയാണ്. അതിലും മികച്ചൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണോ നിങ്ങൾ വിലയിരുത്തുന്നത്, മനസ്സിലാക്കുന്നത് അങ്ങനെയാണോ? UDF തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത് നല്ല ഭൂരിപക്ഷം ഉണ്ടാകുന്നുള്ള, കേവല ഭൂരിപക്ഷത്തിനൊക്കെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതീക്ഷ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പ്രതീക്ഷയിലേക്ക് എക്സിറ്റ് പോൾ വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷ ഇതിലും കൂടുതൽ വിജയം UDFന് അവകാശപ്പെട്ടതാണ്. അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് 4-ാം തീയതിയിലെ യഥാർത്ഥ പോളിംഗ് ഫലം വരുമ്പോൾ അത് വ്യക്തമാവും എന്നാണ് ഞങ്ങൾക്ക് വിചാരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഏറ്റവും അധികം പിന്തുണ കിട്ടിയിരിക്കുന്നത് വി.ഡി. സതീശനാണ് കോൺഗ്രസിൽ. അത് ജനവികാരമാണെന്ന് തോന്നുന്നുണ്ടോ? അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. ഈ UDF ജനവികാരത്തിനനുസരിച്ച് തീരുമാനമെടുക്കുമെന്നാണ് തങ്ങൾ മുമ്പ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണോ? അതെപ്പോഴും UDF അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഭാവിയിൽ പിന്നെ ഭരണകാര്യത്തിൽ അതുപോലെ തന്നെ മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDFൽ നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം തീർച്ചയായിട്ടും. അതിപ്പോൾ ഞങ്ങൾ അതിപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവർ ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണല്ലോ. മലപ്പുറത്ത് 16 സീറ്റിലും UDF ജയിക്കും. എക്സിറ്റ് പോൾ വലിയ ആത്മവിശ്വാസം നൽകുന്നുവെന്നും എക്സിറ്റ് പോളിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഒരു ഏജൻസി മാത്രമല്ല UDFന് വിജയം പ്രഖ്യാപിക്കുന്നതെന്നും എല്ലാവരും ഒരുപോലെ പറയുന്നത് UDF വിജയം കൈവരിക്കുമെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. വളാഞ്ചേരിക്കാർക്ക് ഇനി കയ്യിൽ പണമില്ലെങ്കിൽ ഷോപ്പിംഗ് ആഘോഷമാക്കാം. ബെയ്മെന്റ് അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചറിൽ ഓഫറുകളുടെ പെരുമഴ. മാത്രമല്ല ഏപ്രിൽ മാസത്തിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വീക്കിലി ലക്കി ഡ്രോ. ഒരാഴ്ചയും നിങ്ങളെ കാത്തിരിക്കുന്ന ആകർഷകമായ സമ്മാനങ്ങൾ. AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചറുകൾ. എന്ത് വാങ്ങിയാലും പലിശയുടെ പേടി വേണ്ട. എല്ലാ ഉൽപ്പന്നങ്ങളും 100% പലിശയിൽ EMI സൗകര്യം. പലിശയില്ലാതെ പർച്ചേസ് ചെയ്യാം, സമ്മാനങ്ങളും നേടാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബെയ്മെന്റുമായി കോൺടാക്ട് ചെയ്യൂ. Bayman, making it easy. Valanjeri, phone 9526 001 003.